പത്മാലക്ഷ്മി വന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു പത്മാലക്ഷ്മി കഷ്ടപ്പെട്ട് പഠിച്ച് അധ്വാനിച്ച് നേടിയെടുത്ത ജോലിയാണ്. പക്ഷെ കുറച്ചു പേര് പറഞ്ഞു അത് പാരിതോഷികമായി കിട്ടിയതാണ് എന്ന് പോലും പറഞ്ഞ ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞു ഞാൻ ഒരുപാട് ഇൻഡിഫറൻസസ് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ നേരിട്ടിട്ടുണ്ട്, ചിലരുടെ അടുത്ത് നിന്നുള്ളൊരു പെരുമാറ്റം നേരിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ പോലും ആ ഒരു വേർതിരിവ് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം എത്രത്തോളാണ്? തീർച്ചയായിട്ടും വളരെ കഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ആണ് ഈ ഒരു പ്രൊഫഷനകത്തേക്ക് എത്തിയത്. എന്നിട്ടും വേർതിരിവ് ഇപ്പോഴും അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഒരു തരത്തിലും നല്ല വളരെ വിഷമമുള്ള കാര്യമാണ്. ഒപ്പം നിൽക്കുന്ന ആളുകൾ അവർക്കൊരു വിചാരമുണ്ട്, ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഫേവറാണ്, ഒരു ട്രാൻസായ വ്യക്തിനെ കൂടെ നിർത്തുന്നത് ഫേവറാണ്. സുപ്രീം കോടതി എനിക്ക് സുപ്രീം കോടതി പ്രാക്ടീസ് വേണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. എനിക്ക് സുപ്രീം കോടതി പ്രാക്ടീസിന് വേണ്ടി ഞാൻ ഏകദേശം എനിക്കറിയാവുന്ന അഭിഭാഷകരോടെല്ലാം ഞാൻ ചോദിച്ചു, എനിക്ക് സുപ്രീം കോടതി പ്രാക്ടീസ് വേണം, എന്നെ ഒന്ന് സഹായിക്കാമോ? എന്നെ ഒരു അഭിഭാഷകനോ ഒരു അഭിഭാഷകയോ എന്നെ എടുത്തില്ല. എന്താണ് കാരണം? മറിച്ച് ഒരു ഹെട്രോസെക്ഷൽ മെന്നോ ഒരു വിമണോ ആണ് ചോദിക്കുന്നതെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയിലേക്കുള്ള പ്രാക്ടീസ് എളുപ്പമാണ്. എന്തുകൊണ്ട് എൻ്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു? ഞാൻ എൻ്റെ സുപ്രീം കോടതി പ്രാക്ടീസ് എന്നൊരു ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ഞാൻ വിളിക്കാത്ത നമ്പറുകളില്ല, കാണാത്ത ആളുകളില്ല. അപ്പോൾ എന്നെ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു? ഞാനൊരു ട്രാൻസ് പേഴ്സൺ ആണെന്ന് വെച്ചാൽ എനിക്ക് ജീവിക്കണ്ടേ? എൻ്റെ ഫയലുകൾ മാത്രം എന്തുകൊണ്ട് നീണ്ടുപോകുന്നു? അപ്പോൾ എനിക്ക് എനിക്കെതിരെ നിൽക്കുന്ന ആളുകളോട് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ എന്നൊരു വ്യക്തി, എന്നെ പോലെ ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ ആദ്യം ചിന്തിക്കുക, അവരും മനുഷ്യരാണ്, അവരും ജീവിക്കട്ടെ.